റോയൽ ഡ്രൈവും മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ട്, ഗോയിസിക്കും പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കൈകോർക്കലായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഒരു EV സ്റ്റേഷൻ എന്നതിലപ്പുറം ഗോയിസി എന്നൊരു ബ്രാൻഡ് ഒരുപാട് ഉയരത്തിലേക്ക് വളരുമെന്നുള്ള പ്രതീക്ഷയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ചർച്ചകൾ വന്നതും ഇവിടെ ഒരു ചാർജ് സ്റ്റേഷൻ വന്നതും. ഇനി ബാക്കിയുള്ള നമ്മുടെ റോയൽ ഡ്രൈവിൻ്റെ മറ്റ് ഫെസിലിറ്റികളിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇതൊരു ഇന്നോവേഷനാണ്. ഇന്നോവേഷനിൽ പേടിച്ച് നിൽക്കുന്ന കുറേ വിഭാഗം നാട്ടിലുണ്ടാവും. പക്ഷേ ഇന്നോവേഷനെ ഫസ്റ്റ് സ്വീകരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. എന്തായാലും ഇത് ഉപയോഗിച്ച ആളുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കും. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ബെൻസിൻ്റെ EQE ഉണ്ടായിരുന്നു. അതൊരു കോണ വിറ്റിട്ടാണ് ഒരു കസ്റ്റമർ അത് പർച്ചേസ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു ടാറ്റയുടെ ഇലക്ട്രിക് വാഹനം വിറ്റിട്ട് ഞങ്ങളടുത്തുനിന്ന് ബെൻസിൻ്റെ EQC പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഉപയോഗിക്കുന്ന ആളുകൾ അതിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു തെറ്റായ തീരുമാനമാണെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. പക്ഷേ ഇൻഫ്രയുടെ കുറവുണ്ട്, ഒബിയസ്ലി അത് മാറി വരും. നമ്മുടെ ഗോയിസി പോലുള്ള സംവിധാനത്തിലൂടെ അത് പരിഹരിക്കപ്പെടുമ്പോൾ ആളുകൾ കൂടുതൽ അതിലോട്ട് വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ഒരു മേഖലയ്ക്ക് വലിയൊരു ഫ്യൂച്ചറാണുള്ളത്. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വലുപ്പവും ഓപ്പർച്യൂണിറ്റിയും വലുതാണ്. തീർച്ചയായിട്ടും ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട ഒരു ഭാഗം കൂടിയാണ്. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റികൾ അതെല്ലാം EV മേഖലയ്ക്ക് സപ്പോർട്ടീവായിട്ട് വരുമെന്നാണ് എൻ്റെ വിശ്വാസം.